എന്താടി ഈ വഴി? ഏയ് ഒന്നുമില്ല, ഞാൻ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട്. എന്നിട്ടെന്താ ഈ വഴി? സ്കൂളിൽ വിട്ടിട്ട് ഈ വഴി ഒരാളെ കാണാണ്ടായിരുന്നേ. ഇവിടെ തട്ടാനില്ലേ ഗോവിന്ദൻ, ഒരു കമ്മല് വിളക്കാൻ കൊടുത്തിരുന്നേ. ഇതൊക്കെ നിന്റെയാ? കണ്ടോരിട്ടൊന്നും ഞാനിടില്ല. ഈ കമ്മല് സ്വർണ്ണ? നല്ല അസല് സ്വർണ്ണ. എന്റെ കമ്മലും മാലയും വളയും ഒക്കെ സ്വർണ്ണ. മുക്കൊന്നും ഞാനിടില്ല. നിന്റെ ഭാഗ്യം. നിനക്ക് അവിടെ എന്താ സുഖം? ഇവിടെ പണിയെടുത്തെടുത്തന്നെ നടുവൊടിഞ്ഞു. എന്നിട്ട് തരണതോ 150 റുപ്യ. പിന്നെ വളിച്ചതും പുളിച്ചതും കൈയിട്ട് വാരിയതും അറയ്ക്കും. എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടെ വേലക്കാരിയായിട്ടൊന്നല്ല നിക്കണേ. പിന്നെ എങ്ങനെ ഞാനതൊക്കെ അറിയാ? നിന്റെ പാട്ട് നന്നായിട്ടോ. കാണാറൊക്കെ ഇതന്നെ പറയണേ. വഴിയില് ചെക്കന്മാര് കളിയാക്കുക. എസ് ജാനകിന്ന് വിളിച്ച്. ശശിയേട്ടൻ പറയണത് ചിത്രയുടെ പോലെയെന്നാ. ശശിയേട്ടന്റെ പാട്ട് എന്ത് രസല്ലേ, ശരിക്കും വിശ്വാസ്. പോയി അവരൊക്കെ? ആരൊക്കെ ഉണ്ട്. ശശികുമാർ എട്ടരയായപ്പോ എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി. 10:30 മേലിന് പോകാനാ. ഗന്ധർവകായകന്റെ പൊന്നിൽ കുളിച്ചു നിൽക്കും ചന്ദ്രികാവസന്തം. തൊള്ള നോക്കാൻ നല്ലോണം മുറുക്ക് വരാലേ. ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങൾക്കൊരു സുഖമായിക്കോട്ടെ എന്ന് വെച്ച് പാടിയത് കുറ്റമായോ? എന്നെ സൂചിപ്പിക്കാനാ? അതിന് പാട്ടാ കളന്ന കാര്യം പോലെയുണ്ട്. എന്റെ പാട്ട് നോക്കണ്ട. എന്നാലും എന്റെ മായിട്ടിക്ക, നിങ്ങൾ അവളുടെ പാട്ടൊന്ന് കേൾക്കണായിരുന്നു. എന്നോട് ചോദിക്കാണ്ട് പോയെന്റെ കലി കയറിയ ഞാൻ അവിടെ ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച് പോലാന്നേ. എല്ലാം വല്ലയിടത്തും ചേർത്ത് പഠിപ്പിക്കടാ. വല്ല പള്ളിക്കൂടുതലും പാട്ട് ടീച്ചറെ ജോലി കിട്ടും. അത് പള്ളി പറഞ്ഞാ മതി. അങ്ങനെ പഠിച്ച പടിപ്പുറത്തൊന്നും കയറണ്ട. ഉള്ളത് എന്റെ വീട്ടിൽ ഇരുന്ന് പാടിയാ മതി. ഞാൻ കേട്ട് സൂചിച്ചോളാം. അത് മതി. ഓ, തന്നെ പോലത്തെ ഒരു മരണം മുത്തൂരെ സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി. നിങ്ങൾക്കാ ഞാൻ മുരടൻ. അവക്കെന്നെ ജീവന. എന്റെ മുഖം ഒന്ന് മാറിയാലുണ്ടല്ലോ മൂത്രം ഒഴിക്കും. അയ്യേ മൺമടലിലയെ കണ്ടാൽ ഒன்றോ മരതിൽ. അയ്യോ ദിവാരൻ. മായിക്ക, അത് നമ്മുടെ കുഞ്ഞുട്ടനാ ശരിയല്ലേ? അങ്ങനെ വീണ ശരിയാവില്ല. ഏയ് അതേതോ തട്ടുകാലനാ. അല്ലെന്ന് അയാള് തന്നെ. അല്ല ഇതാരാ? ദിവാറിനോ? അല്ല തന്റെ. ഇവിടെ താനാ പത്നേച്ച കയ്യിൽ നിന്ന് കാശ് വാങ്ങി നോക്കിയിട്ട് മാസം 2 എത്ര പ്രാവശ്യം വരാന്ന് പറഞ്ഞ് പറ്റിക്കണേ? എന്റെ തൊഴിൽ സത്യമായിട്ട്, എന്റെ ഈ മുഴക്കോല് സത്യമായിട്ട്. കാശ് മേടിച്ച് കൈ വെച്ചിട്ട് പണി കാണിക്കരുത്. എടാ ഞാൻ പറഞ്ഞു വന്നേ പറ്റൂ. വരാന്ന് പറഞ്ഞാൽ വരും. എടാ ഞാൻ നുണ പറയാനുണ്ടല്ലോ. ഓടിയിട്ടാണ് ഞാൻ വണ്ടി. ആളെവിടെ? മാഞ്ഞു പോയോ? മാഞ്ഞു പോവാൻ ഞാൻ മാങ്ങനല്ല. ഡോഡോ തന്നെ ഞാൻ പിടിച്ചോളാം. ആ പിടിക്കാൻ വേറെ ആശാരിയെ നോക്കിയാ മതി. നീ എന്നെ ഒരുപാട് ഒലത്തും. നിനക്ക് ഈ കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരെ ഏർപ്പാടായി കൊടുത്തോളൂ. അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയ പിന്നെ വേറെ ആശാരി വിളിച്ചാ വരുമോ? എന്റെ അമ്മ. ആ ഒരു 100 കുടുങ്ങിയെടുത്ത് എന്താ ഉണ്ടാവണേന്നൊന്നും അറിയണമല്ലോ. നാരായണ, എനിക്ക് 100. ഈ കുഞ്ഞൂട്ടന്റെ കണക്കില് എന്തുണ്ടാവുമെന്ന് അറിയണോ? എന്തുണ്ടാവാനാ? ഇതേപോലെ സുഖമായിട്ട് കിടന്ന് ഉറക്കാം. അതൊന്നും അറിയാമല്ലോ. അറിയോ? പക്ഷേ എന്റെ കണക്കിൽ വേണ്ട. എടാ കുഞ്ഞൂട്ട, ഒരു 50 നീ എനിക്ക് വേണ്ടി പറയണ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കിടന്നു എല്ലാവരല്ലേടാ. നീ ആരാ? എവിടെ ഉള്ളതാ? പോയി വല്ല പണി നോക്കണം. എടാ എന്നോട് നീ പറയണവനാ. ഞാനത് കേൾക്കണ്ടവനാ. എനിക്കറിയാവിടെ എല്ലാവരെയും
കിടന്നോ? കിടന്നാരാ ഒരു തലയുടെ കൂടി ചേർന്നു. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. നീ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറ. കിടനാരായണ, എന്നെ ഒന്ന് സഹായിക്കണം. ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല ഇന്ന്. എന്ന് ആരാ? നീ അങ്ങ് ചെന്നാ മതി. പൊക്കോ, ഞാൻ പറഞ്ഞു പറ. ശരി. ഓ, ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ശവൻ 2 വീണല്ലോ നാരായണേട്ടാ. ഇത് ഇപ്പോഴും ജീവനുണ്ട്. ഒരു 100 ദശമൂലം. നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഒന്നും പറയണ്ടെന്നെ നാരായണേട്ടാ. ഞാൻ ആ കുഞ്ഞൂട്ടനാശാരിയെ തേടിപ്പോയതാ. വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു. പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. പിന്നെ ആളെ കണ്ടിട്ടില്ല. എന്താ ചെയ്യാ? മാസം 2 ഞാൻ അയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങിട്ട്. ഇത് നാരായണേട്ടാ, ആ കുഞ്ഞൂട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലിടുവെന്ന്. പോയി. എന്റെ കൈയും കാര്യം പിടിച്ചിട്ട് തീവണ്ടിയുടെ മുന്നിൽ കൊണ്ടുവരാൻ അവന്റെ അച്ഛനാരാ? തീവണ്ടിയാ? മന്മതലീലേ കണ്ടാൽ ഉണ്ടോ? അയ്യോ, എന്റെ സഞ്ചിപ്പണി. അല്ല, പണസഞ്ചി. പത്മിനിയടുത്ത് ഒന്നും പേടിക്കണ്ട. അയാൾ ഇവിടെ വരും. എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വന്ന് വല്ല ബഹളം ഉണ്ടാക്കുവോ? അതിനുള്ള ചങ്കുറ്റൊന്നുമില്ല. ആള് പാവ. ഇത്തിരി ചുറ്റിക്കളി ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് നാളെ അയാൾ പണിക്ക് വരുന്ന. ചായോ? എന്തിനാ ഇപ്പൊ ചായ? എനിക്ക് വേണ്ട. ഒരു ചായ കുടിച്ചാൽ എന്താ? ഏതായാലും കൊണ്ടുവന്നല്ലേ. ചായ കുടിച്ചാ പിരിയണ വല്ല സാധനം ഉണ്ടാവാത്ത. എന്ത് സാധനം? നോണയൊന്നും പറയണ്ട. മുഖം കണ്ട എനിക്കറിയാം. മണം ഒപ്പിച്ചി. ഓടി മണം. ചോദിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ച് അനുവാദം വാങ്ങിച്ചോ. എന്താ ചോദിക്കാൻ? എന്താടി? ഒന്നല്ല, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചോളെ. എന്താടി? തുണിയോ മാലയോ വള വല്ലതാണോ? പിന്നെ എന്താന്ന് വെച്ചാ വാർന്ന് പറ. എന്നെ ചീത്ത പറയോ? ചീത്ത പറയണ്ടവനെ പറയും. എന്നാ ഞാൻ പറയണില്ല. ആ, വേണ്ടെങ്കി വേണ്ട. ഞാൻ പോയിക്കോട്ടെ. പോവേ? എങ്ങട്? ഗാനമേളയ്ക്ക്. വിളിച്ച പാടാൻ. ഇഷ്ടല്ലെങ്കിൽ വേണ്ട. ഇഷ്ടാണെങ്കിലോ? സത്യ? എന്ന് വെച്ച് കയറൂരി വിട്ടോലൊന്നാവണ്ട. അടുത്തു വല്ല ആണെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കും സൗകര്യം ഒത്തു വന്നാ നോക്കാം. ശരിക്കും ഞാൻ കണ്ടുന്നേ. സ്വപ്നം വിചാരിക്കാൻ തന്നെ പറ്റുന്നില്ല. എനിക്കാളെ ഇഷ്ടമായില്ല. ഒരു ബഫൂൺ. സ്വരം അതുപോലെ തന്നെയാ. കള്ളത്തൊണ്ടിയാ. ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം. ഗാനഗന്ധർവൻ. കുട്ടിക്ക് അസൂയ. എനിക്കെന്തിനാ അസൂയ? ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുമോ അയാൾക്ക്? അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായി അമ്മ പറയണത്. വഷളായനെ. തള്ളയുടെ മൂന്ന് കുശുമ്പും കുന്നായ്മയും അല്ലേ സംഗീതക്കാര്. ഇതുവരെ കഴിഞ്ഞല്ലേടി? എത്ര നേരമായി? മെഷീനൊന്നുമല്ല എടി. അവിടെ ആശാരിമാര് വന്നിരിക്കണം. 3 പേര് വന്നിട്ടുണ്ട്. ഇനി 2 പേര് കൂടി വരും അത്രേ. അതിന് ഞാനെന്ത് ചെയ്യണ്ടേ? തല കുത്തിക്കണോ? തല കുത്തി നിൽക്കൊന്നും വേണ്ട. നീ അങ്ങോട്ട് വേഗം വന്നാ മതി. ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കൊടുക്കണം. കെറ്റാൻ വരണമെന്ന് അറിഞ്ഞപ്പോ മുതൽ നിലത്തൊന്നുമല്ല സാധനം.